സദസ് നടക്കാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സദസ് ചെറുതാകെ വലുതാകുക എന്നുള്ള വിഷയമല്ല, നമ്മളെല്ലാം കണ്ടത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 15 വർഷത്തോളം ഫസ്റ്റിൽ നമ്മൾ തുടക്കണ ലൈഫിലെ ഹോട്ടലല്ലേ അവിടാണ് എൻ്റെ തുടക്കം. നമ്മളെ ഇല്ലാ സാഹിബാണ് എന്നെ ആദ്യം വീട്ടിലേക്ക് കൈപിടിച്ചുകൊണ്ടുവന്നത്. അന്ന് മുതൽ ഇന്ന് വരെ യുഎഇയിൽ ആരുണ്ടെങ്കിലും ഒരു മീറ്റിംഗ് ഞാൻ ഒഴിവാക്കാറില്ല. എന്ത് തിരക്കുണ്ടെങ്കിലും, എത്ര വലിയ മീറ്റിംഗ് പരിപാടി ഉണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് പോകാൻ നല്ല ഞായറാഴ്ചകളിൽ മിക്കവാറും പല പരിപാടി ഉണ്ടാവും. ഇന്നുണ്ട് ഒരുപാട് 2-3 സംഘടനാ പരിപാടികളും മറ്റൊക്കെ ആയിട്ട്. എന്തായാലും വന്ന് വേഗം പോയുണ്ട് പരിപാടികൾ അതുകൊണ്ട്. ഏതായാലും അധ്യക്ഷന് പറഞ്ഞ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ വിചാരിക്കുന്നത് ഒരു പറ്റിയ അബദ്ധം ഈ ദിവസം ഷെഹബാന്റെ മുന്നിൽ കാര്യമുണ്ട് ഒരു പുതിയ ഒരാൾക്കുണ്ടാകാതെ പഴയ എന്നെ തന്നിട്ടത് കൊണ്ടാണോ? കാരണം എൻ്റെ പസങ്ങൾ ഒരുപാട് കേട്ടതാണല്ലോ. അതുകൊണ്ട് ആളുകളെ ഞാൻ എന്തായാലും പറഞ്ഞാൽ ഇത്രയും പറയുമോ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് എനിക്ക് സംശയമുണ്ട്. ഏതാണ്ട് തിരക്കുണ്ടാവും. പിന്നെ കളിയിൽ തോറ്റ കാരണം ഉണ്ടോ നോക്കണം വരാത്തവര്. അധ്യക്ഷൻ എന്നെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞത്, ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾ വന്നില്ലല്ലേ ഞങ്ങൾ തോറ്റുപോയി സങ്കടം പറഞ്ഞത്. അപ്പോ കഴിഞ്ഞ കളിയിൽ ഞാൻ വന്നിരുന്നു. അവിടെ ദ്വാരമില്ലാത്തത് കൊണ്ടല്ല, പിന്നെ പക്ഷെ ഇപ്രാവശ്യം വരാൻ അത് തണുപ്പ് പിന്നെ ഒരു ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങൾ പെടാണ്ട് വരാതിരുന്നതാണ്. വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല. ഏതായാലും അള്ളാഹു വിജയിപ്പിച്ച് ഇനിയും വലിയ വിജയത്തിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ എല്ലാ കാര്യങ്ങളും. റമദാനിന് മുന്നേ ഇപ്പൊ കൂടുതൽ സമയമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. റമദാനിന്റെ മുന്നൊരുക്കമാണ്. അത് എല്ലാവർക്കും എല്ലാ വിഷയങ്ങളും അറിയാം. പിന്നെ ഒരു ചടങ്ങാണ്. പിന്നെ കുറച്ച് ആദ്യം ആമുഖമേ പറയട്ടെ, ഏതായാലും കുറഞ്ഞാളെയല്ലോ, നല്ലത് കുറച്ച് മതിയല്ലോ. ഇതെല്ലാ ആളുകൾക്കും ഇരിക്കണേ അവസാനം വരെ. അതോടൊപ്പം തന്നെ ഞാനൊരു പ്രസംഗം നടത്തുകയല്ല. നമ്മളെന്ന് പറഞ്ഞൊരു കൂട്ടമാണ്, ഒരു കുടുംബമാണ്. ഞാനൊരു കുടുംബം പോലെ കണക്കുന്നത്. നമ്മുടെ സഹോദരന്മാരാണ്. സഹോദരന്മാരെ പോലെ, ഏട്ടന്മാരെ പോലെ, അനിയന്മാരെ പോലെ മാത്രമേ കരുതുള്ളൂ. അപ്പം പറയുന്ന കാര്യങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഞാൻ പലപ്പോഴും കയറി പ്രസംഗിക്കാറില്ല, പറഞ്ഞിട്ടില്ലെങ്കിലും. പിന്നെ ഇപ്പം ഞങ്ങൾ വേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ അനുഭവമുണ്ട്. ഈ എംപവർമെന്റ് സെഷൻ അടുത്ത് തുടങ്ങിയിട്ട് കുറേ ആയി. പക്ഷെ ഈ വിഷയത്തിൽ ഈ പേരിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുന്നത്. പിന്നെ അൽഹംദുലില്ലാ കമ്മിറ്റിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രസംഗികന്മാരെ വാർത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഞാൻ അവസാനമായി പ്രസംഗിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയാണെങ്കിൽ കഴിഞ്ഞ ദുൽഹജ്ജിലാണ്. അതിനുശേഷം ഞാൻ സ്റ്റേജിലേക്ക് പ്രസംഗിക്കാൻ വന്നിട്ടില്ല. ദ്വാരക്കാരും വലിയ ആവശ്യമില്ല. ആൾക്കാരും സ്റ്റേജിലേക്ക് ഫുള്ളായിട്ടായി പ്രസംഗികന്മാർ. അപ്പൊ അൽഹംദുലില്ലാ എന്താണ്, ഒരുപാട് ആളുകൾ പ്രസംഗിക്കാൻ കഴിവ് നേടി. ഇനി ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇതുപോലത്തെ വിഷയങ്ങളും എന്ന് നമ്മളൊന്ന് കാത്തിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ആളുകളുണ്ട് പ്രസംഗിക്കാൻ പറ്റിയ ആളുകൾ. മറ്റേ പേര് ഞാൻ പറയുന്നില്ല. അവർക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ കൊടുത്തിട്ട് അവരെ മുമ്പോട്ട് കൊണ്ടുവരണം. അങ്ങനെ ആകുമ്പോൾ അവർ ചെയ്യുന്നല്ലോ, അവർക്കും സ്വയം പഠിക്കാനും വിഷയങ്ങൾ പഠിക്കാനും പ്രസംഗിക്കാനും കഴിവുണ്ടാവും. അതിന് പറ്റിയ ഒരുപാട് ആളുകളുണ്ടല്ലോ ഇവിടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓനും തീരെ പ്രസംഗിച്ചില്ല. നല്ലൊരു അവസരം കൊടുക്കണം. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കൊടുത്തിട്ട് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവർക്കും അല്ലാഹു നല്ല കഴിവ് കൊടുത്തരട്ടെ. മുന്നൊരുക്കെന്ന് പറയുമ്പോൾ നമുക്കറിയാം, പല ആളുകളും പല രീതിയിലും കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് ശവ്വാൽ മാസങ്ങൾക്ക് തന്നെ റമദാൻ മുന്നൊരുക്കം തുടങ്ങിയിട്ടുണ്ട്. ഒരു വസ്ത്ര കച്ചവടക്കാരനാണെങ്കിൽ ഈ റമദാൻ കഴിഞ്ഞാൽ, ചെറിയ പെരുന്നാൾ കഴിഞ്ഞാൽ, വലിയ പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ അവൻ ചിന്തിക്കുക അടുത്ത റമദാൻ എന്നാ വരുന്നതെന്നാണ്. അതിൻ്റെ ഡേറ്റൊക്കെ നോക്കി, പിന്നെ പെരുന്നാളിൻ്റെ ഡേറ്റൊക്കെ നോക്കി കറക്റ്റ് വെക്കും. ഒരു പെയിന്റിങ് കമ്പനി ആണെങ്കിൽ അവർ നോക്കി അടുത്ത റമദാനിലേക്ക് പള്ളിക്ക് പെയിന്റിന് ഭയങ്കര ഡിമാൻഡ് ആകും. പള്ളിക്ക് പെയിന്റ് ഇഷ്ടംപോലെ വേണം. അപ്പോൾ കയ്യിലെ ഡേറ്റ് പോലും റെഡിയായി വരും. അതേപ്രകാരം റെസ്റ്റോറൻറ്റുകാർ, ടൈലർമാർ, ഹിന്ദുക്കളാണെങ്കിൽ അവർ എവിടെ പറയും അടുത്ത റമദാൻ വരുന്നത് ഫെബ്രുവരി 20-നല്ലേ, പെരുന്നാൾ വരും മാർച്ച് 30-നല്ലേ, മാർച്ച് 20-നല്ലേ. അവർക്ക് റെഡിയായി. വീടിനൊക്കെ വീടും പരിസരമൊക്കെ വൃത്തിയാകാൻ 2 മാസം മുമ്പ് അവർക്കെല്ലാം റെഡിയാകും.
അത് എന്താണ് മുസ്ലിങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള ഹിന്ദുക്കളും മറ്റെല്ലാ മതക്കാരും എല്ലാവരും ഇതായിട്ടുണ്ട്, റമദാന് വേണ്ടി നേരത്തെ ഒരുങ്ങി തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ വീടുകൾ വൃത്തിയാക്കും, പരിസരങ്ങൾ വൃത്തിയാക്കും, പക്ഷെ ഇന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട് പ്രത്യേകമായിട്ട് ഒന്ന് വൃത്തിയാക്കേണ്ട പെയിൻ്റടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പണ്ടത്തിന് മാതിരിയല്ല, ഇന്നൊക്കെ എല്ലാ വീടും എപ്പോഴും ക്ലീനാണ്. പള്ളി മാത്രമേ എന്തുള്ളൂ കേടുണ്ടാവും. ചിലപ്പോൾ 5 മാസം കൊല്ലം ഉണ്ടാവും, പെയിൻ്റ് അടിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ 4 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞിട്ടാകും. അപ്പം നീയും പള്ളിയെല്ലാം വികൃതമായിട്ടുണ്ടാവും, വെള്ളം ഒഴിച്ചിട്ടും പിന്നെ കച്ചറ വീണിട്ടൊക്കെ. വീടൊന്നും അടി പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നമ്മുടെ ബോഡിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാവരും ഇപ്പം ഫുള്ള് ഫിനിഷിങ്ങാണ്. എന്നാൽ നമുക്കില്ലാത്തൊരു വിശുദ്ധി അല്ലെ, റമദാന് നമ്മൾ ഒരുങ്ങാത്തൊരു മേഖല ഏതാണ്? ആരും അതിനു വേണ്ടി പ്രത്യേകമായി ഒരുങ്ങാത്തൊരു മേഖല ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മീയ വിശുദ്ധിയാണ്. ആത്മീയ രംഗത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോഴും ഒരുങ്ങിയിട്ടുണ്ടാവില്ല. മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ശിഷ്യന്മാർ ചോദിച്ചു, കൈഫ തസ്തഇദു ശഹ്റ റമദാൻ, നിങ്ങൾ എങ്ങനെയാണ് റമദാനോട് ഒരുങ്ങി തയ്യാറാവുന്നത്? മഹാനായ വലിയ സഹാബിയാണ്, വലിയ പണ്ഡിതനാണ്, തഖ്വയുള്ള ആളാണ്, 100% പ്യൂറാണ്, ഒരു കളങ്കവും ഇല്ലാത്ത മനുഷ്യനാണ്. മഹാനകൾ പറഞ്ഞത്, ഇനി അഖാഫു ഹിലാല റമദാൻ റമദാൻ, റമദാനിന്റെ മാസപ്പിറവി വരുന്നത് നമ്മൾ വളരെ ഭയത്തോടു കൂടിയാണ്, പേടിയോടു കൂടിയാണ് ആ മാസം വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ്. നമുക്കറിഞ്ഞ വഴിയുണ്ടോ? ഇല്ല. കാരണം എന്താണ്? നമുക്ക് മറ്റേതില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ മഹാന്മാർ അങ്ങനെ പറയണമെങ്കിൽ, അതായത് റമദാൻ നമ്മിലേക്ക് വരികയാണ്, നമ്മൾ അങ്ങോട്ട് പോവുകയാണോ? രണ്ടുമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഒരു മകളെ കെട്ടിച്ചു, നല്ലൊരു പവറുള്ള സ്ഥലത്ത് കെട്ടിച്ചത്, പുതിയാപ്പിള അടുക്കളയ്ക്ക് വരും. എന്നാൽ ആ പുതിയാപ്പിളിനെ വേണ്ട രീതിയിൽ നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മുമ്പിൽ വരൂല. ഇനി ഭാര്യയുടെ നിർബന്ധത്തിന് വാങ്ങി വന്നാൽ തന്നെ പുറത്ത് വന്ന് ഇരുന്നിട്ട് കൊടുത്താൽ കുടിച്ചിട്ട് അവനങ്ങനെ ഇറങ്ങിപ്പോവുകയും ചെയ്യും, അല്ലെ? അത്രയല്ലേ ഉണ്ടാവും. അത് തന്നെ റമദാന്റെ അവസ്ഥയാണ്. റമദാൻ നമ്മളൊരു വ്യക്തിയായി, നമ്മളിലേക്ക് വരുന്നൊരു അതിഥിയായി നമ്മൾ സങ്കല്പിച്ചു നോക്കുക. പഴയ കാലങ്ങളിലൊക്കെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒരു 50 വർഷം മുമ്പുള്ള ഒരു സംഭവത്തിലേക്ക് ക്ഷണിക്കുകയാണ്. 50 വർഷം മുമ്പുള്ള 50 വർഷം മുമ്പുള്ളൊരു കഥ, ഞാൻ കേട്ട കഥയോ ചരിത്രം വായിച്ചൊന്നല്ല, എൻ്റെ അനുഭവം അറിയണം. അത് കേട്ടുമ്പോൾ റസൂലുള്ളാഹിക്ക് സംശയം. അപ്പൊ 50 വർഷം മുമ്പൊക്കെ ഇത്ര വയസ്സൊക്കെ ഉണ്ടോ എന്നുള്ളത് ചിലക്ക് സംശയം ഉണ്ടാവും. 50 ഉള്ളോ എന്ന് സംശയമുള്ളവരുണ്ടാവും. കറക്റ്റ് പറഞ്ഞാൽ എനിക്ക് 57 വയസ്സ്. 57 വയസ്സ് ഇപ്പം ഉണ്ട്. 3 ദിവസം കഴിഞ്ഞാൽ 58 വയസ്സാൻ പോവാ. 3/2/68 ഡേറ്റ് ഓഫ് ബർത്ത്. 3 ദിവസം കഴിഞ്ഞാൽ 68 വയസ്സ്. ഏതായാലും ആ കാലഘട്ടത്തിൽ അതൊരു വകതിരിമായ സമയമൊക്കെ ഒരു ദിവസം സ്കൂള് ഷാബാൻ 1 ആകുന്നതിന് മുമ്പ്, റജബ് 1 ആകുന്നതിന് മുമ്പ് ഉമ്മ പറയാണ്, അടുത്ത ഞായറാഴ്ച കാണുന്നത് ഫുള്ള് ലീവായിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി മദ്രസയിലും പോകണ്ട, സ്കൂളിലെ മദ്രസ കാണാൻ പോകണം. അപ്പൊ അതല്ല ലീവ്. മദ്രസ ഇട്ട് വേഗം വരണം, വന്നാൽ അന്ന് ഫുള്ള് ഇവിടെ പണിയാണ്. അപ്പൊ മിക്ക നേരം വെച്ചോടെ ഞായറാഴ്ച മദ്രസ ഉമ്മ വേഗം പറഞ്ഞേക്ക് കൊടുന്നറിയോ കാട്ടിലേക്ക്. എന്തിന്? നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, പാർവത്തിന്റെ എല്ലാം എന്നുള്ള സാധനമുണ്ട്. നാസിലാക്ക് അറിയാൻ മതി, പുതിയ ആളുകൾക്കൊന്നും അറിഞ്ഞോളന്നില്ല. സാധിക്കും അറിയാം, പാർവത്തിന്റെ എല്ലാം എന്നുള്ള സാധനമുണ്ട്. പെണ്ണൊക്കെ ചെറിയ പെണ്ണൊന്നും തീരെ അറിയണ്ടാവില്ല. അത് പറിക്കാൻ വേണ്ടി പറഞ്ഞേക്കും. എന്തായാലും പൗരെന്നറിയോ, നമ്മളിത് ഒരക്കടലാസില്ലേ പെയിന്റിങ്ങൊക്കെ ഉണ്ട്, പിന്നെ ഇത് ജനലൊക്കെ എല്ലാം കൊണ്ടുള്ള ഒരു പേപ്പർ ഉണ്ടല്ലോ, എന്തായാലും പറയാ ആ പേപ്പർ. ആ പേപ്പറിന്റെ പകരമായി അന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഒരു പേപ്പറാണ് പാർവത്തിന്റെ ഇല. അപ്പൊ അത് പറിച്ചുകൊണ്ടിരാൻ പറയും. അത് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അറിയോ, അതുകൊണ്ടൊക്കെ ഞാനും അഞ്ചനും എപ്പോഴും അടിവിടലാണ്. അപ്പൊ അടിവിടിയാൽ അങ്ങനത്തെ അവസരത്തിൽ അടിവിടിയാൽ ഇത് ഇലെടുത്തിട്ട് അതിന് പുറത്തങ്ങ് വരുതി കൊടുക്കും. വരുത്തിയാല്
പിന്നെ വണ്ടിയിൽ നിന്നൊക്കെ വീട്ടിൽ കൈ പറ്റി തോല പോയിരുന്നല്ലോ അങ്ങനെ ഉണ്ടാവും. അത്രക്കും ഒരാളുടെ സാധനമാണ്. ഇപ്പോഴതിൻ്റെ പവറൊക്കെ പോയിണ്ടാവും കേട്ടോ. ഇപ്പൊ സാധനം തന്നെ ഇല്ലല്ലോ. അതുകൊണ്ട് വന്നിട്ട് നമുക്ക് പണി തരുന്നതറിയോ, ചൂട് വെള്ളം ആക്കിയിട്ട് ആ വെള്ളത്തിൽ മുക്കി സോപ്പ് വെച്ച് ജനല് കട്ടില് വാതിൽക്കട്ടില് ജനല് വാതിൽപ്പട്ടി പോരുത്. അത് ഇറങ്ങിയിട്ട് അതിന്റെ രസം തന്നെ കാണും, നല്ല ആശ്വാസം കിട്ടാൻ പറയും. അതിന്റെ വെള്ളം ഒഴിച്ചാൽ ആ ചളിയും മണ്ണും ഇങ്ങനെ ഒലിച്ചു കയറുന്ന രംഗം കൊല്ലത്തിൽ ഒരു ദിവസം വൃത്തിയാക്കുക. അപ്പൊ ഒരു ഞായറാഴ്ച നല്ല ഉണ്ടാവുക, കുറെ ഞായറാഴ്ച അങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പണി കട്ടിലുകളൊക്കെ എടുത്ത് പുറത്തിടലാണ്. ഇന്നത്തെ മാതിരി പിന്നെ ഗ്യാപ്പില്ലാത്ത അങ്ങനത്തെ കട്ടിലല്ല, വലിയ ഗ്യാപ്പും വിടവൊക്കെ ഉള്ള കട്ടിൽ ഫുള്ള് കയ്യിലും കാലൊക്കെ തട്ടിക്കടിച്ച് പുറത്തു കൊണ്ടിടും. എന്നിട്ട് നല്ല തിളപ്പിച്ച വെള്ളം കൊണ്ടുവന്ന് ഇടാൻ അതിൽ ഒഴിക്കും. എന്തെന്നറിയോ, ഫുള്ള് മൂട്ടയായിരിക്കും. ആ മൂട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കൊല്ലം നോക്കിയാൽ മതി, കൊല്ലം കഴിഞ്ഞിട്ട്. അങ്ങനെയുള്ള ഒരുപാട് പണി. ലാസ്റ്റത്തെ മേക്കപ്പ് ഫിനിഷിങ് പണിയുണ്ട്. പിന്നെ വൈറ്റ് വാഷൊക്കെ ഉണ്ടാവും കേട്ടോ. ലാസ്റ്റ് പുറത്തൊന്നുണ്ട്, നിലത്തുണ്ടാന്നറിയോ, അന്ന് പണ്ട് കരി തേച്ചതുണ്ടായി. നിലത്ത് കരിയാ തേക്കുക. ആ കരിൻ്റെ ഒക്കെ ആ ഒരു പ്രത്യേകത ഉപയോഗമുണ്ട്. കരി ചേരി ചുട്ടിട്ട് അത് വെണ്ണീരാതിന് മുമ്പായിട്ട് തന്നെ ചെയ്യുന്നറിയാം. വെള്ളം ഒഴിച്ചിട്ട് കരി കട്ടാക്കി എടുത്തിട്ട് ഇത് കുത്തി ചേച്ചിട്ട് അത് തേക്കലാണ്. അത് ഈ പൊടി പുറത്തേക്കൊന്നും പാറാതിരിക്കാൻ വേണ്ടി, ഉണങ്ങിയ പൊടി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു കെമിക്കൽ കൂട്ടും. എന്താണെന്നറിയോ, നല്ല വില കെമിക്കലാ. അറിയോ, താലിൻ്റെ നമ്മുടെ സാധനം. ആ താലി, വേറെന്തൊരു പേര് കൂടി ഉണ്ട്. ആ വള്ളി, വേറെന്തൊരു പേരുണ്ട്, വെള്ളില. ആ സാധനം തിളപ്പിച്ചിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് കുത്തി തേച്ചിട്ട് അപ്പം നോക്കുമ്പോൾ നല്ല കൊഴുപ്പുണ്ടാവും. അതും കൂടിയിട്ട് എന്ത് ചെയ്യും, ആ വെള്ളത്തിലിട്ടിട്ട് കരിയിലിട്ട് കുഴച്ചിട്ട് നിലത്തിട്ടിട്ട് തേച്ചിട്ട് ശരിയൊന്ന് വെച്ചെടുക്കും. ഒന്നും ഒരാൾ കിടക്കും. അതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തതാണ്. ഇതെപ്പം അറിയോ, ഷഹബാന്റെ റജബിന്റെ മുമ്പ് ചെയ്തു വെക്കും. കുറേ ദിവസം ചെയ്യാണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി റേഷനിലേക്ക് പോലാണ്. 2-3 മാസത്തേക്കുള്ള അരി, മല്ലി, മുളക്, തുമ്പാരി ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഉരലിലിട്ട് ഇടിച്ചിട്ട് പൊടിയാക്കി വെക്കും റമദാനിലേക്ക്. ഇവിടെ ഒക്കെ ഒരു ആത്മീയ വിശുദ്ധിയുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വീടും പരിസരമൊക്കെ ആഘോഷമാണ് പെരുന്നാൾ നോമ്പ് കൊണ്ടാവുമ്പോഴൊക്കെ. അപ്പൊ ഇവിടെ നമ്മുടെ പഴയ കാലത്തിൽ ഈ വൃത്തിയിലൊന്നും വെറും ഒരു ബാഹ്യമായ വൃത്തിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു ആത്മീയമായ വിശുദ്ധിയാണ്. ഇതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത്, മനസ്സിൽ കരുത്തുന്നതെന്നറിയോ, ഒരുപാട് തിന്നാൻ ഒരുക്കി തയ്യാറാക്കിയ നല്ല ഒരു വിഷയം. നോമ്പ് വന്നാൽ ഇങ്ങനത്തെ ഒരു പരിപാടിക്കും ഒരു സെക്കൻഡ് സമയം വിനിയോഗിക്കാൻ പാടില്ല. റമദാനിലെ മുഴുവൻ, റമദാനല്ല, ഷഹബാൻ 15 ശേഷം, ഷഹബാൻ മറാത്തോടു കൂടി എല്ലാ പരിപാടിയും പൂർത്തിയായി. അവസാനത്തെ പണിയാണ് നിസ്കാരക്കുപ്പായ അലക്കാൻ. അത് റജബിന്റെ ഷഹബാൻ 15 തലേന്ന് ചെയ്യാം. ഉരളിലിട്ട് ഇടിക്കും. വല്ലറിയോ, ഉരളയിൽ അതിലിട്ടിട്ട് ഉരക്കോണ്ടിരിക്കലാണ്. ഏത് മല്ലി, മുളക്, അരി എല്ലാം 25 കിലോ അരിയൊക്കെ മൊത്തം ഇടിക്കും. 2 ഉരലിട്ട് ഇരിക്കുന്നത് കൊണ്ട് കൺസേൺ ഉണ്ടെന്ന് അറിയാൻ മതി. ഒരു ഉരലിൽ 2 ഉരക്കിട്ടിട്ട്, അല്ല എൻ്റെ ഉമ്മാൻ്റെ കൂടെ 3 കൂടിയിട്ട് ഒരു ഉറക്കം ഞാൻ ഇടിച്ചിട്ടുണ്ട്. ഒരു ഉരലിൽ 3 ഉരക്കിട്ട് ഇരിക്കാൻ എത്ര സ്പീഡ് വേണോ, മെഷീൻ്റെ വർക്ക് പോലെയാണ്. അങ്ങനത്തെ ഒരുപാട് പണിയൊക്കെ ചെയ്തിട്ടുണ്ട്, ഉമ്മ സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതോട്ടെ, ചുരുക്കി പറഞ്ഞാൽ ബറാത്തോടു കൂടി എല്ലാം ഫിനിഷ് ചെയ്യും. ബറാത്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഒരു പരിപാടി വീട്ടിൽ നടക്കില്ല. പിന്നെ അവർ ഇയാൾ ഒരുങ്ങിയാണ് ഖുർആനോത്ത്, ദിക്റ്, നോമ്പ് നിൽക്കല്, സലാത്ത്, ദിക്റ്, ഇങ്ങനത്തെ പരിപാടിയായിട്ട്. ഇതിന് പേര് മുന്നൊരുക്കം നല്ല, റമദാൻ മുന്നൊരുക്കം നല്ല എന്ന് പറയല്, നൻചുടി എന്നാണ് പറയാം. ഇന്ന് ഭാഷയൊക്കെ ശൈലിയൊക്കെ മാറി. ഏതാവട്ടെ, അന്നുള്ള കാലത്തുള്ള റമദാന്റെ മുന്നൊരുക്കങ്ങൾ അങ്ങനെയൊക്കെ. ഇന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വീടെപ്പോഴും വൃത്തിയാണ്, ശരീരം എപ്പോഴും വൃത്തിയാണ്. പിന്നെ നമുക്ക് എന്താ പണിയുള്ളത്, ഒരു ആത്മീയ വിശുദ്ധി നടത്താനുള്ളതാണ്. അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടികൾ. റമദാന്റെ ഒരുക്കം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആദ്യമായി ഈ റജബ് മാസത്തിനോട് മഹാന്മാര് പറഞ്ഞത്, റജബ് എന്നത് ഒരു വിത്തിറക്കേണ്ട മാസമാണ്. ശരിക്കും മനസ്സിലാക്കിയോ. ഷഅബാൻ എന്നത് അതിന് വെള്ളം നനച്ച് അത് പുഷ്പിച്ചെടുത്ത് അതിനെ പരിപാലിക്കേണ്ട മാസമാണ്. റമദാൻ എന്നത് അതിന് വിളവെടുക്കേണ്ട മാസം. ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതല്ലേ. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നസറുദ്ദീൻ ഞാനും ആണ് ബഷീർക്കായി. ഞങ്ങൾ മൂന്നാം നാട്ടിൽ ഇങ്ങനെ കണ്ടുപിട്ടിയപ്പോൾ ഒരാൾ പറയാണ്, പഞ്ചായത്തിൽ പയര്, അതേപ്രകാരം പിന്നെ വെണ്ടക്കൻ്റെ വിത്ത്, അതേപ്രകാരം ചേമ്പിൻ്റെ വിത്ത്, ചേനൻ്റെ വിത്ത് എല്ലാം കൊടുക്കുന്നുണ്ട്, പോയി വെക്കാൻ പറഞ്ഞു.
പോയപ്പോൾ നമുക്ക് ഒരുപാട് കിട്ടി. അപ്പം എന്ത് ചെയ്ത് റസൂലുള്ളാഹി ഭയങ്കര മടിയനാണ്. ഓൻ എന്ത് ചെയ്ത് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് കൊല കുട്ടിച്ചിട്ട് ആള് കുറച്ച് മുളച്ചിട്ടുണ്ട്, പറഞ്ഞ് മുളഞ്ഞിപ്പോൾ അങ്ങനെ പോയിട്ടോ. റഷീദ് കുറച്ചും കൂടി ഒരു ആക്റ്റീവാണ്. അപ്പം എന്ത് ചെയ്ത് പെണ്ണുങ്ങളെ കൊടുത്ത്, പെണ്ണുങ്ങൾ എന്ത് ചെയ്ത് കാടിൻ്റെ സ്ഥലത്തിൽ ഒരു മൂലപ്പോൾ കുഴി വെച്ചിട്ട് ചെയ്ത് ആടെ കുഴിച്ചിട്ട് പോന്ന്. ഒരു 3 മാസം കഴിയുമ്പോൾ കുറേ മുളച്ചിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞ് പണി പോയിട്ടുണ്ട്. മുളച്ച് തന്നെ കുറച്ച് കായുണ്ട്, കുറച്ച് കായിലൊക്കെ കുറേ പിന്നെ കേടായി പോയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ പോയി കിട്ടിയ ഒരു ദിവസം കറിയൊക്കെ നോക്കാൻ കിട്ടി. എനിക്ക് കിട്ടി ഞാൻ ചെയ്യുന്നറിയോ, എനിക്ക് കൃഷ്ണൻ്റെ വലിയ താല്പര്യമാണ്. ഞാൻ ചെയ്ത് സങ്കല്പട്ടോ, ഞാൻ ചെയ്ത് അത് പോയിട്ട് ഒരു വളപ്പുണ്ട്, ഫുള്ള് കച്ചറാണ്, ഫുള്ള് കാട് തൊടി. ആരുടെ ഒരാളും പോലെ അങ്ങനത്തെ സ്ഥലത്തേക്ക് ഞാൻ ചെയ്യുന്നറിയോ, ഒരു 2 ബംഗാളികളെ വിളിച്ചിട്ട് ചെയ്ത് ആദ്യം പോലെ കാടിലെ കച്ചറൊക്കെ വെട്ടി ഒഴിവാക്കി, കല്ലും മുള്ളൊക്കെ മാറ്റിയെടുത്ത് അതിൻ്റെ ഇലകളും പിന്നെ കമ്മ്യൂണിസ്റ്റ് അതൊക്കെ എന്ത് ചെയ്തു വെട്ടിയിട്ട് തെങ്ങ് നട്ട് അതിൽ ഒരു ഉപദ്രവം ചെയ്യുന്ന ഉപകാരമുള്ള ഇങ്ങനത്തെ ചെടികൾ ഇലകളൊക്കെ പോയി വെട്ടിയെടുത്തിട്ട് നമ്മൾ കൃഷി വെക്കാൻ മാറ്റി വെച്ചു. അതിൽ ഉപദ്രവമുള്ള മുള്ളുകളും അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് വെട്ടിയിട്ട് തീയിട്ട് മണ്ണാക്കി വെണ്ണീരാക്കിയിട്ടാണ് മാറ്റി വെച്ച് കൃഷിക്കിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് ആ ഫുള്ള് പൊടിയാക്കിയിട്ട് അതിലേക്ക് പറഞ്ഞ പയറൊരു ഭാഗത്ത്, അതേ പ്രകാരം വെണ്ടക്കൊരു ഭാഗത്ത്, ചേനൊക്കെ ഓരോ ഭാഗത്താക്കി നല്ല പൊടിയിലാക്കി വെച്ച് കൊടുത്തു. ആ വെച്ച് കൊടുത്തപ്പോൾ എന്ത് ചെയ്തെന്ന് അറിയുമോ, കുറച്ച് വെള്ളം വെച്ചിട്ട് പോകുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുന്നത് ചെറിയ മുള വരുന്നുണ്ട്, മാന്തി നോക്കി മുള വരുന്നുണ്ട്. കുറച്ച് വെള്ളം അടിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്ത് 1 മാസം അങ്ങനെ പോയിട്ടോ. 1 മാസം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും എന്തായാലും കൃഷി ഇലക്കൊണ്ട് വരാൻ തുടങ്ങുന്നുണ്ട്, അതിന് പിന്നെ കായ് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും എന്ത് പിന്നെ അതിന് പന്തലിട്ട് കൊടുത്ത്, വെള്ളമൊക്കെ നനച്ചു കൊടുത്ത്, ചാല് കയറി കൊടുത്ത് എല്ലാം പന്തലമാക്കി. അതിനിടയ്ക്ക് കുറച്ച് എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ എന്ത് വരുന്നത്, ഇത് കുറച്ച് പുല്ലും കച്ചറൊക്കെ വരുന്നുണ്ട്, അതൊക്കെ പൊറിച്ച് മാറ്റിയിട്ട് എല്ലാം ഉണ്ടാക്കി. 3ാമത്തെ മാസമായപ്പോൾ ഞാനും ഭാര്യയും കൂടി പോയി നോക്കുമ്പോൾ എന്ത് ചെയ്ത് നല്ല കായ് ഇങ്ങനെ വരുന്നുണ്ട്. കുറേ മേലൊക്കെ വന്നിട്ടുണ്ട്, മറ്റേ ഇതൊക്കെ കിളാശിനൊക്കെ ഒഴിവാക്കിയിട്ട്. അങ്ങനെയൊക്കെ കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും എന്ത് ചെയ്ത് ഓരോ ദിവസം അത്താഴത്തിന് കഴിക്കാൻ നോക്കും. ഒരു ദിവസം വെണ്ടക്ക നല്ല പറിച്ചിട്ടുണ്ടോന്ന്, ഒരു ദിവസം പയർ പറിച്ചിട്ടുണ്ടോന്ന്, ഒരു ദിവസം നോക്കാൻ ചേമ്പ് പറിച്ചിട്ടുണ്ടോന്ന്, ചേന വെച്ചോണ്ട് ചുരുക്കി പറഞ്ഞാൽ 1 മാസം 30 ദിവസവും അത്താഴത്തിന് നല്ല കൃഷിയായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു റജബ് എൻ്റെ മാസമാണ്. എൻ്റെ മാസം തൊട്ട് അള്ളാഹ് എന്ത് ചെയ്തു, നമുക്ക് കുറച്ച് തരിശ് ഭൂമി തന്നു. റസൂലുള്ളാഹി പറഞ്ഞു ശഅബാൻ എൻ്റെ മാസമാണ്. റസൂലുള്ളാഹി നല്ല വിത്ത് പഞ്ചായത്ത് ഓഫീസ് നമുക്ക് തന്നു. പിന്നെ ബാക്കി വെള്ളയെടുപ്പിൻ്റെ പണി നമ്മക്കാണ്. ഈ മഹാന്റെ ഉപമ നിങ്ങൾ ചോദിക്കുക, എത്ര നല്ല ഉപമയാണ്. റജബ് വിത്തലക്കേണ്ട മാസമാണ്, ശഅബാൻ അത് പരിപാലിക്കേണ്ട മാസമാണ്, റമദാൻ ഫലമെടുക്കേണ്ട മാസമാണ്. റജബിലും ഷഅബാനിലും അധ്വാനിച്ച ആളുകൾക്ക് റമദാനിൽ, ഈ റജബിൽ അധ്വാനിച്ച ആളുകൾക്ക് ഷഅബാനിൽ ഒരു അധ്വാനമില്ല. അതായത് ഏറ്റവും ആളുകൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വെറുക്കപ്പെട്ട ദോഷങ്ങളായ ഈബത്ത്, നമീമത്ത്, അസൂയ, പരദോഷം പോലെയുള്ള മുള്ളുകളെ മാറ്റിയെടുക്കണം. കള്ളുപിടി, വിചാരം, പെണ്ണുപിടി പോലത്തെ അനാവശ്യ സാധനങ്ങളൊക്കെ മുള്ളു കല്ലുകളാണ്. അതൊക്കെ മാറ്റിയെടുക്കണം. മാറ്റി ദൂരെ വലിച്ചെറിഞ്ഞാൽ പോരാ, അത് ഫുള്ള് ജീവിതത്തിൽ ഒരിക്കലും മടങ്ങി വരാത്ത രീതിയിൽ അതിനെ കരിച്ച് കളയണം. അതെങ്ങനെ കരിച്ച് കളയല്? നമ്മൾ വേണ്ടാത്ത ആദ്യമായിട്ട് ഒന്നാമത്തെ പണിയാണ് കേട്ടോ. നമുക്ക് വേണ്ടാത്ത, നമ്മുടെ ആവശ്യമില്ലാത്ത നല്ല ഉപദ്രവമുള്ള എല്ലാ സാധനവും എടുത്തിട്ട് കരിച്ച് കളയുക. ഈബത്ത്, നമീമത്ത്, അസൂയ, വേണ്ടാന്ന് നോക്കുക, ഹറാമ് നോക്കുക, ഹറാമ കാണുക, ചിന്തിക്കാൻ പറയുന്നത്. അതെങ്ങനെ? അതിന്റെ പണിയാണ് അതാണ് അന്നതം എന്നാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വെറുതെ കേട്ടാൽ പെട്ടോ. ഞാൻ പറയുമ്പോൾ സംഘം ചെയ്യൂലേ? ഉറപ്പല്ലേ? ഒരു മാറ്റം വരും ജീവിതത്തിൽ. ഞാൻ പറയാം, എൻ്റെ സ്വന്തം അനുജന്മാരോട് ഏട്ടന്മാരോട് പറയുമ്പോൾ ഞാൻ പറയുന്നത്, എൻ്റെ സ്വന്തം മനസ്സിനോട് പറയുമ്പോൾ പറയുന്നത് നീ ഒരു തൗബ ചെയ്യണം. മതാബൻ ഒരു തൗബ, ഭിന്നദാമത്തി ഖേദിക്കണം. വിശദീകരിക്കാണെങ്കിൽ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഇവിടെ അങ്ങോട്ട് പാത്രം കിടക്കുന്നില്ല, ഒരുപാട് പറയാനുണ്ട്. ഒരു ഖേദം, ഒറ്റ ഖേദം കൊണ്ട് വലിയ ദോഷം പുറത്തു പോയിട്ട് ഒരു ജീവിതത്തിൽ ഒരു സൽക്കർമ്മം ചെയ്യാത്ത
ഒരു മനുഷ്യൻ തൗബ ചെയ്തിട്ട് അതോടുകൂടി സാലിയായ ചരിത്രങ്ങളും മുസാലിബിന്റെ ചരിത്രത്തിൽ സദസ്സിൽ നടന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പോ ഭിന്നതാമത്തെ ഖേദിക്ക്, രണ്ടാമത്തെ മുഖലിയാന പറിച്ചു കളയാം. എന്ത്? ആ മുള്ളേതാ നമ്മുടെ ഹറാമുകൾ, അത് പറിച്ചു കളയാം. അത് പറിച്ചല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു, മുള്ളു പറിച്ചാൽ എന്ത് ചെയ്യാൻ പറഞ്ഞു, തീയിട്ടൊക്കെ കഴിച്ച് വെണ്ണീരാക്കണമെന്നല്ലേ. എന്നാൽ നമ്മളെ ദോഷമാകുന്ന മുള്ളു എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എന്നോട് പറയണം ഇത് എന്ത് ചെയ്യണം. അല്ല ഇപ്പം തന്നെ പറഞ്ഞുതരാം, പിന്നെ പറയാൻ പറഞ്ഞു. അതായത് ഇങ്ങനെ തൗബ ചെയ്ത് മുള്ളാകുന്ന ഈ ഹറാമ് ചെയ്ത ആളുകളും ഒക്കെ അങ്ങനെ ചെയ്ത് തെറ്റ് ചെയ്ത് പിന്നെ അങ്ങനെ കൊടുത്ത് തെറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ശ്രദ്ധ ചെയ്യാത്ത ആരുണ്ടാവില്ല. ഞാനിത് പറയുമ്പോൾ എല്ലാം പറഞ്ഞാൽ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറയും, മനസ്സിൽ നിങ്ങൾ പറയും. സാരിഹുല മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ സമാവാതു വൽ അർളു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. സാരിഹുല മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, ഖുർആൻ ആയത്ത്. നിങ്ങൾ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. വജന്നത്തിൻ, സ്വർഗ്ഗത്തിൽ, അതുവഴി സ്വർഗ്ഗത്തിലേക്ക്. നിങ്ങൾ റബ്ബിനോട് തൗബ ചെയ്യുക, പാഠാന്തരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? റബ്ബിന്റെ മഗ്ഫിറത്തിലേക്കും സ്വർഗത്തിലേക്കും കടന്നു വരിക. തൗബ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. തൗബ ചെയ്യാത്തവരോട് അല്ലാഹ്ക്ക് വെറുപ്പാണ്. തെറ്റ് ചെയ്യുന്നവരോട് അല്ലാഹ്ക്ക് വെറുപ്പുണ്ടാവും, പക്ഷെ തൗബ ചെയ്യുന്നവർക്കൂടെ അല്ലാഹു സുബ്ഹാനഹു സന്തോഷമാണ്. ഒരു ചുരുക്കി പറയട്ടെ, ഒരു മരുഭൂമിയിലൂടെ ഒരാൾ ഒട്ടകം കൈ നടന്നു പോവുക. ബുഖാരി ഹദീസാണ്. ഒരു മരുഭൂമിയിലൂടെ ഒരാൾ നടന്നു പോവുകയാണ്, ഒട്ടകപ്പുറത്ത്. ഇവിടെ സൗദിയിലേക്ക് പോകാൻ വേണ്ടി ഒരു ഒട്ടകം, അതിലൊക്കെ കുറേ ഭക്ഷണം സാധനങ്ങൾ അതൊക്കെ വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഈ കുറേ ഞെട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒട്ടകം മിസ്സായി പോയി. എവിടെ മിസ്സം പറഞ്ഞപ്പോൾ ഒരുപാട് പരിധി നോക്കിയിട്ട് എവിടെയും ഒട്ടകമില്ല, ഭക്ഷണം ഒന്നുമില്ല. അദ്ദേഹം ആൾക്കാരെ കണ്ണ് മരിക്കാൻ മനസ്സിലാക്കി ആദ്യം കണ്ണ്. കുറച്ച് കഴിഞ്ഞ് എണ്ണിച്ച് നോക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒട്ടകം അദ്ദേഹത്തിന് മുമ്പിൽ അങ്ങനെ തന്നെ ഉണ്ട്, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആ ഭയങ്കര സന്തോഷം ഉണ്ടാവും. അതുപോലെയാണ് തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യുന്ന ആളുകളോടുള്ള അള്ളാഹുവിന്റെ സമീപനം, സന്തോഷം നമുക്ക്. മറ്റൊരു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, തൗബ ചെയ്യുന്നതിനെ കുറിച്ച്. ഒരുപാട് തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്ത ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞറിയോ? തെറ്റ് ചെയ്തവർക്കുള്ള ഓഫറാണ്. ഒരുപാട് തെറ്റ് ചെയ്തവർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ്. അപ്പോൾ ചോദിക്കൂ, എന്നാൽ ഒരുപാട് ഇനി കുറെ ചെയ്യായിരുന്നു വിചാരിച്ചു. ഒരുപാട് തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യുന്നവർക്കുള്ള ഓഫർ ഉലൈക യുബദ്ദലൂന സയ്യിആതിഹിം ഹസനാത്ത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അവർക്കുള്ള തെറ്റുകുറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? സൽക്കർമ്മമായി മാറ്റി കൊടുക്കും. നിങ്ങൾ കുടിച്ച കള്ളും, നിങ്ങൾ ചെയ്ത വ്യഭിചാരങ്ങളും, നിങ്ങൾ ചെയ്ത ചീത്ത അനാചാര കാര്യങ്ങളും ഇത് ചെയ്യുന്നുണ്ടല്ലോ, അത് മുഴുവനും അവർക്ക് എന്ത് ചെയ്യുന്നറിയോ? നന്മയാക്കി നാം മാറ്റി മറിച്ചു കൊടുക്കുന്നു എന്നാണ്. നോക്കി എത്ര വലിയ ഔദാര്യമാനാണ് അല്ലാഹു. പക്ഷെ തൗബയാവണം. ഇന്ന് തൗബ ചെയ്യാം, നാളെ വീണ്ടും പോവുക, തെറ്റിന് പോവുക, നമ്മളാ കഴിഞ്ഞാൽ വീണ്ടും തെറ്റി. ജീവിതത്തിൽ ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്ത രീതിയിൽ മുഴുവനും മുറിച്ച് കളഞ്ഞിട്ട് വീണ്ടും സർക്കൽമലിലേക്ക് തിരിച്ചു വന്ന ആളെ കുറിച്ചാട്ടോ പറഞ്ഞത്. അവൻ നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും ഖേദിക്കാനുള്ള. റഹ്മത്തില്ല, റബ്ബിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ ആരും എന്ത് ചെയ്യാൻ പറ്റില്ല, ആശ മുറിയാൻ പറ്റില്ല. അതുകൊണ്ട് തൗബിന്റെ വിഷയത്തിൽ എല്ലാവരും വിശദമായിട്ട് എല്ലാവരും പഠിക്കുകയും വേണം. എങ്ങനെ തൗബ ചെയ്യണം എല്ലാവരും വിശദമായി പഠിക്കുകയും വേണം. തൗബ ചെയ്യാത്തവർ ഇന്നോ അല്ലെ അടുത്ത ദിവസങ്ങളായി തന്നെ ഒരുങ്ങി തയ്യാറാണ്. ഒരു മനക്കരുത്ത് വേണം. ആരും ഇറക്കുന്നുണ്ടോ? യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന വഗ്ഫിർ ലനാ മാ മള യാ വസിയൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. അപ്പോ ഒരു മാറ്റം വരുത്തണം. അപ്പൊ എന്ത് ചെയ്യണം? ഈ തെറ്റ്, അപ്പൊ ഞാൻ പറഞ്ഞത് ഈ മുള്ളു വെണ്ണീരാക്കിയിട്ട് എങ്ങനെ ഹറാമായ ചെയ്ത ഈ മുള്ളുകൾക്ക് വെണ്ണീരാക്കി മാറ്റിയെടുക്കല്. തൗബ ചെയ്തിട്ട് സൽക്കർമ്മങ്ങൾ മാറ്റി നല്ല സൽക്കർമ്മം, തെറ്റുകളൊക്കെ മാറ്റി നല്ല സൽക്കർമ്മമാക്കി മാറ്റിയെടുക്കാൻ. മഹാന്മാരായ സഹാബികൾ കുറഞ്ഞ കാലം ജീവിച്ചിട്ടേ ഉള്ളൂ. ജീവിതം മുഴുവനും അവർ അനിസ്ലാമിലായി പ്രവർത്തിച്ചു നോക്കാം. ഇസ്ലാമിലോട് കൂടി അവർക്കൊക്കെ തൗബ സ്വീകരിച്ചു.
അപ്പൊ ഹസനാത്ത് കൂട്ടിക്കൊടുത്തു. അതുകൊണ്ടല്ല അവരൊക്കെ കുറഞ്ഞ കാലം കൊണ്ട് സൽക്കർമ്മം ചെയ്തിട്ടല്ലേ അവർ ഇത്ര വലിയ മഹാന്മാരായത്. പഴയ കാലങ്ങളൊക്കെ അങ്ങോട്ട് കൂട്ടിക്കൊടുത്തു, സ്വർഗത്തിലൊക്കെ വലിയ ഉന്നതമായ സ്ഥാനത്തെത്തി. അപ്പൊ റജബിൽ അങ്ങനെ ഷാബാൻ അതിന് വെള്ളിവെച്ച് കൊടുക്കേണ്ട മാസമാണ്. ഇതെങ്ങനെ ഖുർആൻ ഓതുക, നല്ലോണം ഖുർആൻ ഓതുക. ഖുർആൻ ഓതാത്തവർക്ക് നല്ലോണം ഓതണം. നിങ്ങൾ ഞാൻ പറയുമ്പോൾ വിചാരിക്കേണ്ട, ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതാത്ത ആരുണ്ടോ? ഇല്ല ഇല്ല തന്നെ പറഞ്ഞോളൂ. ഒരു പേജെങ്കിലും ഖുർആൻ ഓതാത്ത ആള് ഉണ്ടാവോ? ഇല്ലാന്ന് വിശ്വസിക്കുന്നില്ല, നിൽക്കട്ടെ. ഇനി അങ്ങോട്ട് ഓതാത്ത ഒരു പേജ് നിർബന്ധത്തെ ഓതണം. ഞാൻ മുസ്ലിങ്ങളല്ലേ, നമ്മൾ തന്നെ ഖുർആൻ നമ്മക്കുള്ളതല്ലേ. തബാറക സൂറ പതിവാക്കാത്തവർ പതിവാക്കണം. ഇശായ വരവിൻ്റെ ഇടയിൽ ഖബറിൽ പ്രകാശം ഉണ്ടാകും. വാക്കിയ സൂറ പതിവാക്കാത്തവർ പതിവാക്കണം നിർബന്ധമായിട്ടും. ഇശാ വരവിൻ്റെ ഇടയിൽ രാത്രി എപ്പോഴെങ്കിലും ബർക്കത്ത് ലഭിക്കും. റഹ്മാൻ യാസീൻ എന്നൊക്കെ പതിവാക്കേണ്ടതാണ്. അപ്പോൾ ഒരു ജുസ് ഓതുന്നവർ റമദാനിൽ 2 ദിവസം ഓതണം. ഒരു കത്തം തീർക്കാത്ത ഒരാളും ഈ റമദാൻ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അത് 20 മുമ്പ് തീർക്കുകയും വേണം. 20 കഴിഞ്ഞാൽ പിന്നെ തിരക്കായി. ഒരു ദിവസം ഒന്നെന്ന് വെച്ച് കണക്കാക്കിയാൽ നമുക്ക് 27, 28, 23 ഓതാൻ കഴിയാലാണ്. തിരക്കായി. ഒരു 20-25 ഉള്ളിൽ എല്ലാവരും കത്തം തീർക്കണം. തീർത്തിട്ട് അത് നമ്മളെ മാതാപിതാക്കളും കുടുംബങ്ങളും ഓതി അധികം ചെയ്യണം എന്നാവട്ടെ. നിങ്ങൾ ആയിഷാബി പറഞ്ഞ ഹദീസുണ്ട്. മഹാറായത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഹബ്ബു ശുഹൂരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഹബ്ബു ശുഹൂരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യസുമുഹു ശഅബാൻ. കഴിഞ്ഞാൽ കുതുബന്റെ ഏടാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നബിതങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം റമദാൻ കഴിച്ചാൽ ശഅബാനായിരുന്നു. ഐഷായി പറഞ്ഞു, ഒരു മാസം നോമ്പ് നോറ്റത് പൂർണ്ണമായി നോമ്പ് നോറ്റത് റമദാൻ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റ മാസം ഷഅബാൻ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞു ഷഅബാനിലാണ് ജനങ്ങൾ സൽക്കർമ്മങ്ങൾ ആകാശത്തിൽ ഉയർത്തപ്പെടുക. ഞാൻ നോമ്പുകാരനായി എൻ്റെ അമൽ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉള്ളിൽ എല്ലാ ദിവസവും നോറ്റില്ലെങ്കിലും ഇതിനെ കൊണ്ടില്ല തിങ്കളാഴ്ചയും വ്യാഴ്ചയും നോമ്പ് നോക്കണം. നാളെ നോക്കണം. നാളെ ബറാത്തിന്റെ തലേ ദിവസമാണ്, തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച മുമ്പ് വലിയ പൂജയല്ലേ. മറ്റന്നാളെയും ബറാത്തിന് ഷഅബാൻ നോമ്പ് നോക്കണം. പിന്നെ ഖുർആൻ ഓത്ത് അധികരിപ്പിക്കുക. ഖുർആന്റെ ഓത്ത് നല്ലോണം അധികരിപ്പിക്കണം. ഖുർആൻ ഇറങ്ങിയത് റമദാനിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ ഷഅബാൻ മാസത്തിൽ ഖുർആനെ എന്ത് ചെയ്യണം? ഓത്ത് അധികരിപ്പിക്കാൻ വേണ്ടി. മഹാന്മാരെ ആളുകളൊക്കെ അതിന് പൊതുവെ പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരെ മുൻഗാമികളെ ആളുകളൊക്കെ ഷഅബാൻ മാസമായി കഴിഞ്ഞാൽ അവർ ഖുർആൻ മുഖം കുത്തി വീഴുന്നതാണ്. നമുക്ക് എപ്പോഴും ഖുർആൻ ഖുർആൻ തന്നെ എപ്പോഴും മഹാന്മാരെ അതൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ ഖുർആനോട് നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടാകും. അങ്ങനെ ഒരു ബന്ധം നമ്മൾ കാത്തു സൂക്ഷിച്ചാണ്ടല്ലോ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഖുർആൻ ഓതാതിരിക്കാൻ നമുക്ക് കഴിയൂല. അതൊരു ശീലമാക്കി മാറ്റിയെടുത്താലേ നടക്കും. മഹാന്മാര് പറഞ്ഞു, അൽബക്കറ സൂറത്ത് വിട്ടുകിടക്കാൻ ഈമാൻ കുറഞ്ഞവർക്ക് വലിയൊരു പ്രയാസമായിരിക്കും എന്നാണ്. എൻ്റെ റൂമിൽ 2-3 ആളുണ്ട്. ജിമ്മിന് 1 ആൾ, 4 ആളുണ്ട്. ഒരാൾ 1 മാസം പോയാൽ നിർത്തി, ഒരാൾ 1.5 മാസം നിർത്തി, ഒരാൾ കുറച്ച് ദിവസം പോയി, ഇപ്പൊ ഒരാൾ ബാക്കിയുണ്ട് ജിമ്മിൻ്റെ ഒരു. അപ്പോൾ ഒരുത്തം പറഞ്ഞത് 3 മാസം വരെ ആകുമ്പോൾ 3 മാസം കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, പിന്നെ അത് കണ്ടിന്യൂ ആയിട്ടോളൂ എന്ന് പറഞ്ഞു. അതുപോലെയാണ് അൽബക്കർ സൂറത്തിന്റെ അവസ്ഥ. അൽബക്കർ സൂറത്ത് പിന്നെ അൽ ബക്കറത്തു ലാ യസ്തതിയുഹ അൽ ബത്തൽ. നല്ല ഈമാനുള്ള ആളുകൾക്ക് അൽബക്കർ സൂറത്ത് വിട്ട് കിടക്കാൻ കഴിയുന്നതാണ്. ഭാര്യ ഒരു ദിവസം ഭാര്യ എന്ത് ചെയ്ത് റമദാൻ ഒന്ന് തുടങ്ങി വെച്ചു, അല്ല അടയാളം വെച്ച് ഭാര്യ അതേ ഖുർആൻ ഓടുന്നത്. ആ അടയാളം ഭർത്താവ് എന്ത് ചെയ്ത് ഓതും പാട്ട് മാറ്റി. അതിന്റെ പേരിൽ ഭാര്യയും ഭർത്താവും കൊൽമാരായി. നിങ്ങൾക്ക് വേറെ മുസാഫ് എടുക്കാൻ പോലെ എന്റെ മുസാഫ് എടുക്കണം, നിങ്ങൾ മറ്റാക്കാൻ പോലെ നിങ്ങൾ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് എടുക്കൂരിടാൻ വരുന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ഭാര്യ ചൂടായപ്പോൾ ഭർത്താവ് നഞ്ഞ എന്നെ ഓതിവിടും, എന്തിനു മുസാഫ് വേണ്ട, ഞാൻ പള്ളിയിൽ പോയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഓന്ന് നിർത്തിയാലോട് കൂടി ഭാര്യ എന്തെങ്കിലും ഓടി ചൊടിച്ചിട്ട് ഓടും ആളെ നിർത്തി. അതോടുകൂടി ഓത്താൻ നിർത്തി. അൽബക്കറാണ് കഴിഞ്ഞത്. ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ അൽബക്കറ പൂർത്തിയാക്കാൻ കഴിയുന്നു. അൽബക്കറ പൂർത്തിയായാലോ പിന്നെ കണ്ടിന്യൂ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ആദ്യം 1-2 ദിവസം
ദിവസം കൊണ്ട് 2.5 ദിവസം ഉണ്ട് അൽബക്കര തീർത്താണ്. എന്നിട്ടുണ്ട് എന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, പിന്നെ അങ്ങ് പോയിട്ടോളൂ ഓട്ടോമാറ്റിക്കായിട്ട്. ഞാൻ പറഞ്ഞ കാര്യം എപ്പോൾ മനസ്സിൽ ഓർമ്മ വേണേ, എന്നാൽ ഓതിട്ടുള്ളൂ, ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾ പേടിക്കേണ്ട. وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء. എല്ലാവർക്കും ഒരു പ്രശ്നമാണ് രോഗം. ഏത് രോഗം? കൽബിന്റെ രോഗം. ഹൃദയത്തിന്റെ രോഗമില്ലാത്ത ആരും ഉണ്ടാവില്ല. മനുഷ്യനാണോ ഉണ്ടാവും? അസൂയയും വെറുപ്പും കിബറും അഹങ്കാരവും ദുഷ്കരവും ഒന്നുമില്ലെങ്കിൽ ചങ്ങായി വീടിന്റെ അടുത്ത് പോയി ഓരോ വീടൊക്കെ ഭയങ്കരമായി കണ്ട മുറ്റാണ് ഇങ്ങനെ കാക്കും. ഒരു അസൂയ ചിന്താക്കുന്നത് അല്ലേ? എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് മാറിക്കിട്ടാനുള്ള ഒരു മരുന്ന് 4 എണ്ണമാണ്. 5 എണ്ണാണ് ഹൃദയം ശുദ്ധിയാകാനുള്ള മരുന്ന്. രോഗത്തിന്റെ ശരീരത്തിന്റെ അസുഖങ്ങൾ മാറാൻ പല മരുന്നുണ്ട്. രോഗത്തിന് കൽബിന്റെ പിന്നെ അസുഖം മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ മൊത്തം മുക്തി പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഫുലാനത തഖൂമുൽ ലൈല വതസൂമു റമദാന. ഒരു പെണ്ണുണ്ട്, ഒരു പെണ്ണുണ്ട്, അവൾ ചെയ്യുന്നറിയോ? നിസ്കരിക്കും, നോമ്പ് നിൽക്കും, സദക്ക ചെയ്യും, സദക്ക ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. നല്ലൊരു പെണ്ണാണ്. ഷൊറട്ട ഡാമേജ് ഇതറിയോ? പിന്നെ അവള് നാവ് കൊണ്ട് അയൽവാസികളെ ബുദ്ധിമുട്ടാക്കുന്നത്. എല്ലാം നല്ല ഉണ്ട്, പക്ഷെ നാവ് കൊണ്ട് അയൽവാസികളെ ബുദ്ധിമുട്ടാക്കുന്നത് എന്തുകൊണ്ട്? അത് കൽബിന്റെ ദോഷം കൊണ്ടാണ്, കൽബിന്റെ മോശം കൊണ്ടാണ് നാവിൽ കൂടെ വരുന്നത്. നബി തങ്ങൾ പറഞ്ഞത് ലാ ഖൈറ ഫീഹ ഹിയ മിൻ അഹ്ലിൻ നാർ. ഇവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇവിടെ നരകത്തിലാണ്. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെ നമ്മളാകാം വിചാരിച്ചാൽ നടക്കൂല. നടക്കണത് വേണം, കൽബ് ശുദ്ധിയാക്കേണ്ടി വേണം. അതിനുള്ളൊരു മരുന്നാണിത് തിലാവത്ത്, ഖുർആനോത്ത് എന്ന് പറഞ്ഞു. വേറെ ഒരു മരുന്നും നോക്കണ്ട. അപ്പോൾ തങ്ങളെ തോന്നിയൊന്നും പോണ്ട, ഖുർആൻ ഓതന്നെ. ചില മക്കളൊക്കെ ഉണ്ടാവും, അവർക്ക് ഭയങ്കര വിഷയങ്ങൾ ഉണ്ടാവും, അവർക്കൂടെ ഖുർആൻ ഓതിപ്പിക്കുക. ഇനി ഓരോ ഓതുന്നില്ലേ അവർക്ക് വേണ്ടി നമ്മൾ ഓതുക. അത് സുഹൃത്തുക്കൾ ഓതി മന്ത്രിച്ച് വെക്കുക. ഓതിയാലും മന്ത്രിച്ചാലും ഒക്കെ ഫലം കിട്ടുന്ന അർത്ഥം. അർത്ഥം മറന്നുകൊണ്ട്, അർത്ഥം അറിയില്ല പ്രശ്നമൊന്നുമില്ല, പഠിക്കാൻ വലിയ പണിയൊന്നുമില്ല. നമുക്ക് അർത്ഥം അറിയാൻ ബേജാറാകുന്നില്ല, അർത്ഥം പഠിക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് കുറച്ച് പഠിച്ചോളി. പ്രത്യേകിച്ച് പതിവാക്കുന്ന ചെറിയ സുഹൃത്ത് ബോധുകൾ, നിസ്കാരത്തിന് പോകുന്ന സുഹൃത്തുക്കളുണ്ടല്ലോ, അതൊക്കെ അർത്ഥം പഠിക്കേണ്ടതാണ്. വയറിൽ പത്തിൽ ഹല. പിന്നെ ഹൃദയ ശ്രദ്ധിക്കുക. മറ്റൊന്ന് വയറ് കുറച്ചൊന്നും എന്ത് ചെയ്യാൻ അറിയോ? അധികം ജാമാക്കാതെ കുറച്ച് എന്ത് ചെയ്യാം, വയറ് നടക്കലൊന്നും കുറക്കുക. അതേപോലെ എന്ത് ചെയ്യുക? പിന്നെ അത്താഴ സമയത്ത് എഴുതിക്കൊണ്ട് എന്ത് ചെയ്യുക? താഴ്മ ചെയ്യുക. അത്താഴ സമയത്ത് എഴുതിക്കൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുക, ദുആ ചെയ്യുക. സാലിഹീങ്ങളായ മഹാന്മാരുടെ ഇരിക്കുക. സ്റ്റേജിൽ കയറിയിട്ട് നിർത്താൻ തോന്നുന്നുണ്ട്. പിന്നെ ഇതാണ് ഇവിടെ ഏടി എത്തിയിട്ടില്ല. അപ്പൊ ഷഹബാൻ ചുരുക്കി പറയട്ടെ, ഷഹബാൻ നമ്മൾ വളരെ പവിത്രമായ ദിവസത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. നാളെ ബറാത്താണ്. അല്ലെങ്കിൽ ബറാത്ത് ശരിയാണോ? അതിന്റെ ആവശ്യമുണ്ടോ ചോദിക്കുന്നു. അത് ഞാൻ പ്രത്യേകം ഉണ്ടോന്ന് അറിയോ? ആരും ചോദിച്ചിട്ടാ പറയാൻ പറ്റില്ല. ഖുതുബന്റെ ഏടിൽ പറഞ്ഞ പ്രത്യേകമായ ഒരു സംഗതി ഉണ്ട്. ഷഅബാൻ മാസത്തിലെ പകുതി രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുന്ന, അള്ളാഹ് തന്നെ ഇറങ്ങി വരുന്നു. നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലും കിതാബിലൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടാകാമെന്ന് പറയുന്നു. ഇവിടുത്തെ ഔക്കാഫിന്റെ ഏടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഇറങ്ങി വരുന്ന അള്ളാഹ് പറഞ്ഞിട്ട് പറയാം. അള്ളാഹ് ഇറങ്ങി വരുന്നു, അത് മലക്കളായിരിക്കും എന്നല്ല പറഞ്ഞത്. അള്ളാഹ് തന്നെ നേരിട്ട് ഇറങ്ങി വരുന്നു. സംശയമുണ്ടോ? സംശയം വേണ്ട. അള്ളാഹിന്റെ എല്ലാ സൃഷ്ടികൾക്കും അള്ള പുറത്തു കൊടുക്കും. ഇല്ലാതെ മുശ്രിക്കിൻ മുഷാഹിൻ, അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന ശിർക്ക് വെക്കുന്ന മുശ്രിക്കിനും
അതേ പ്രകാരം പരസ്പരം വിദ്വേഷവും വെറുപ്പും വെക്കുന്ന ആളുകൾക്ക് ഒഴിച്ച് എല്ലാവരോടും കലയിക്കുകയും വെറുക്കുകയും പിന്നെ പ്രത്യേകിച്ച് കുടുംബക്കാർ, ഇന്ന് കുടുംബക്കാരെന്നൊരു പ്രശ്നമേയുള്ളൂ, വേറെ ഒരു പ്രശ്നം ഇവിടെയില്ല. കുടുംബക്കാർ മൊത്തം പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന, അസൂയ വെക്കുന്ന, വെറുപ്പിക്കുന്ന, തെറ്റി നിൽക്കുന്ന ഒരാൾക്കും അള്ളാഹിന്റെ അയാൾ പ്രധാനമന്ത്രി വന്നിട്ട് ആനുകൂല്യം പ്രഖ്യാപിക്കുക അങ്ങനെ ഉണ്ടാകും. അതുപോലെ അന്ന് നേരിട്ട് വന്നിട്ട് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ദോഷം പുറത്തിരുന്നു എന്ന് ഈ ദിവസം നാളെ രാത്രി കേട്ടോ, ഇവിടെ സമയമൊന്നുമില്ല. അള്ളാഹ് വരുന്ന ദിവസം എന്താണ് ചെയ്യേ കേട്ടു പറയുന്നത്. അള്ളാഹ് വരുന്ന ദിവസം കൂടുതൽ കാന്തിക്കാണില്ല, നാളെ രാത്രി അള്ളാഹ് വരിക. അപ്പൊ പിന്നെ കുറെ ഉണ്ട് രാത്രി അവൽ കുറെ യാസീനോ ദിക്ർ ചെല്ലുന്നൊക്കെ ഞാൻ ഇന്ന് വേണ്ടി ചെയ്തോളി, വേണ്ടാതെ ചെയ്യേണ്ട. അല്ലെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട് 3 ദിവസം 3 പ്രാവശ്യം അസറിന് ശേഷം ദുഹാൻ സൂറത്ത് ഓതുക, പിന്നെ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ ദിക്ർ ചെല്ലുക, അള്ളാഹുവിന്റെ കലീമെന്ന് ദിക്റുണ്ട്, അതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇഷ്ടംപോലെ എത്തുകൊണ്ട് പറയുന്നില്ല. 3 ദിവസം യാസീൻ 3 യാസീൻ ഓതുക, അതേപ്രകാരം പിന്നെ തബാറക്ക ബാക്കി സൂറത്ത് ഓതുക. അത് വേണ്ടിയേ ചെയ്തവര് വേണ്ടാതെ ചെയ്യേണ്ട. പിന്നെ താല്പര്യമുള്ളവര് അത്ര അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ, അപ്പൊ നമ്മളത് ചെയ്യാം. അപ്പൊ ഏതായാലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും നാളെ രാത്രി പറഞ്ഞോടെ അള്ളാഹിനോട്. നമ്മൾ ഓരോരുത്തരുടെയും മുമ്പിൽ അള്ളാഹ് ഉണ്ട് എന്ന ദൃഢനിശ്ചയത്തോടു കൂടി അള്ളാഹു സുബ്ഹാനഹു നേരിട്ട് പറയാമെന്നവരോട് എല്ലാവരും പറഞ്ഞെടുത്തോളാം. കുടുംബക്കാരോടൊക്കെ കാത്തു നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാം, അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കും പറഞ്ഞ ആളുകൾക്കല്ലോ, ഈ അല്ല ഈ പറഞ്ഞ ആളുകളല്ലാത്ത അസൂയാലുക്കളും വെറുപ്പുള്ള ആളുകളല്ലാത്തവരോടൊക്കെ. അതുകൊണ്ട് ഹൃദയത്തിൽ വെറുപ്പുള്ള ആളുകളെ എങ്ങനെ ദോഷം പൊറിപ്പിക്കണോ നിങ്ങൾ തീരുമാനിച്ചോളി. നിങ്ങൾക്ക് നമുക്ക് മഹ്ഫിറത്ത് കിട്ടാൻ നിങ്ങൾ ചിന്തിച്ചോളുക. പിന്നെ നെഞ്ചിൽ ദേഷ്യമുള്ള ആളുകൾ ആ ദേഷ്യം എങ്ങനെ മാറ്റണം എന്നുള്ളത് നിങ്ങളെ ചിന്തിച്ചോളി. എന്നിട്ട് എന്നിട്ട് ആ കൂലികൾ എങ്ങനെ നഷ്ടപ്പെട്ടു പോവാതെ കരസ്ഥമാക്കണം എന്നും നിങ്ങൾ ചിന്തിച്ചോളുക. അതുകൊണ്ട് നാവ് കൊണ്ട് ചീത്തയെ വിശാലമാക്കുന്ന പ്രചരിപ്പിക്കുന്ന ആളുകള് അവർക്ക് അവന്റെ സൽക്കർമ്മങ്ങളൊക്കെ തടയപ്പെട്ടു എന്നാ പറഞ്ഞത്. അതുകൊണ്ട് അത് നാളത്തെ ദിവസമാണ്, അള്ളാഹ് വരുന്ന ദിവസം. ബറാത്ത് മുൻഗാമികളൊക്കെ ബറാത്തിനെ കുറിച്ച് ആ രീതിയിൽ പിന്നെ പരിഗണിച്ചതും പിന്നെ മുകളിലേക്ക് എടുത്ത് വെറുതൊന്നല്ല. അതുകൊണ്ട് 20 പറഞ്ഞ 10 ഞാൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, അതെല്ലാം കൂടി ആയി. ഏതാണ്ട് ചുരുക്കിയാണ് പിന്നെ എന്താ പറഞ്ഞത്, ബറാത്തിന്റെ അവസ്ഥ. ഇതിൽ കൂടുതൽ പഠിക്കാൻ ഒരുപാട് പഠിക്കാനുണ്ട്. നിങ്ങളൊക്കെ എന്താ പറയുക, എന്തെല്ലാം മാധ്യമങ്ങൾ സംവിധാനങ്ങളുണ്ട്, യൂട്യൂബും ഒക്കെ കേട്ടിട്ട് നിങ്ങളൊക്കെ പഠിക്കണം. അല്ലെങ്കിൽ പിന്നെ ഫേസ്ബുക്കിലും എല്ലാത്തിലും ഉണ്ടായല്ലോ. പിന്നെ ഇതിനൊന്നും പഠിക്കാനില്ല, കാരണം ഇത് വാട്സപ്പിലൊക്കെ വന്നോടുക്കും മെസ്സേജുകൾ നമ്മളെ കുറിച്ച് നിൽക്കുന്നതിനെ കുറിച്ചൊക്കെ നോക്കി പഠിച്ചോളി, മാനം പഠിച്ചോളി. പിന്നെ എന്താട്ടെ വർക്കത്തിന് വേണ്ടി റമദാൻ 2 കാര്യം മാത്രം. റമദാൻ വരാൻ പോവുകയാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് ഞാൻ പറഞ്ഞ കൃഷി ഉണ്ടാക്കേണ്ട രൂപങ്ങൾ ഖുറാൻ നട്ടുപിടിപ്പിക്കുക, ഖുറാനാകുന്ന പാൽ നട്ടുപിടിക്കുക, അതേപ്രകാരം സുലത്വമാകുന്ന കയ്പ വെച്ച് പിടിപ്പിക്കുക, അതേപ്രകാരം അതേപ്രകാരം ചേനാകുന്ന ദിക്റുകൾ വെച്ച് പിടിപ്പിക്കുക, സൽസ്വഭാവങ്ങളാകുന്ന അധികാറുകൾ സലാത്തും ദിക്റൊക്കെ വെച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഞാൻ നാലൊക്കെ വെള്ളം കൊടുക്കുക വീണ്ടും നന്നാക്കി പിടിച്ചു കൊണ്ടുവരിക. പിന്നെ ഹറാമാകുന്ന മുള്ളുകളാകുന്ന വെല്ലുകളാകുന്ന കച്ചകളാകുന്ന എല്ലാ ഹറാമുകളും എടുത്ത് മാറ്റിക്കളയുക. എന്നിട്ട് റമദാന് നമ്മളിലേക്കൊന്ന് ആവാഹിച്ചെടുക്കുന്ന രീതിയിൽ റമദാൻ നല്ലത് കൊണ്ടുവരിക. റമദാൻ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നബിതങ്ങൾ പറഞ്ഞത്, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ റജഅ മിൻഹു പിന്നെ കയൗമി വലത് ഉമ്മൂന്നാണ്. റമദാൻ മാസം വിശ്വസിച്ചുകൊണ്ടും കൂലി ആഗ്രഹിച്ചുകൊണ്ടും ആരെങ്കിലും റമദാൻ നോമ്പ് അനുഷ്ഠിച്ചാൽ അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ പരിശുദ്ധനായി തീർന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ നോമ്പ് വരാൻ മാത്രം അങ്ങനെ ആവുന്നാണോ? അല്ല. എന്ന് പറഞ്ഞാൽ നോമ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആ ഉമ്മ പ്രസവിച്ച രീതിയിലാവണം. ആ രീതിയിലുള്ള നോമ്പാവണം, നല്ല ഇഖ്ലാസുള്ള നോമ്പാവണം. ഇപ്പൊ ഇവിടെ നോമ്പും ഒരു റയ്യാൻ നിന്ന് കവാടും എന്ന വിഷയം വെച്ചൊരു പ്രസംഗം നടത്തി. അടുത്ത അപ്പുറത്ത് താഹിറ ഹോട്ടലിൽ നമ്മൾ എന്ത് ചെയ്തു, നോമ്പും ആരോഗ്യ സംരക്ഷണവും എന്നൊരു വിഷയം വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾ പോയി എവിടെയാണ്? അങ്ങോട്ടും പോയി.
നോമ്പ് നോറ്റാൽ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുമോ എന്ന ചിന്തയാണ്. നമ്മൾ നോമ്പിനോടുള്ള ഉദ്ദേശങ്ങൾ അങ്ങനെ ആയി പോകാൻ പാടില്ല. ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഷുഗർ കുറയാൻ വേണ്ടിയൊക്കെ നോമ്പ് നിൽക്കുന്ന ആ ചിന്ത ആവാനേ പാടില്ല. ഞാൻ ആ ഭാഗത്തെ പ്രതിപാദിക്കാത്ത തന്നെ എന്തുകൊണ്ടാണ്? നമ്മൾ ലക്ഷ്യം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ നോമ്പ് പറ്റേക്കാം എന്ന് പറയുമല്ലോ, അതുകൊണ്ട് ആ ചിന്ത ഉണ്ടാകാൻ പാടില്ല. ആ ചിന്ത അല്ലാതെ ഈമാനൻ അള്ളാഹുവിന്റെ കൂലി കിട്ടുമെന്നും വിശ്വസിച്ചുകൊണ്ടും ഭക്തിസാബൻ അള്ളാഹിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടും നോമ്പ് നിൽക്കണം. അത്താഴം കഴിക്കണം. എത്ര രാത്രി വളർച്ച വന്നാലും അത്താഴം കഴിക്കണം. പറഞ്ഞു കഴിച്ചു ഒരു ഈത്തപ്പം എന്തെങ്കിലും കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് വലിയൊരു സുന്നത്താണ്. ആ സുന്നത്ത് കളയാൻ പാടില്ല. ഫജറിന്റെ ഒരു 1/4 മണിക്കൂർ മുമ്പെങ്കിലും അത്താഴം നിർത്തണം. റമദാൻ നിർബന്ധമായും താജ് നിസ്കരിക്കണം. അങ്ങനത്തെ സ്വർണ്ണാസനം കിട്ടൂല. വേണ്ടാത്ത ചിന്തകൾ, സംസാരങ്ങൾ, പെരുമാറ്റങ്ങൾ, നോട്ടങ്ങൾ, വികാരം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ, ഹറാമായ ഒരു കാര്യത്തിലേക്കും കണ്ടു പോവാനേ പാടില്ല. കണ്ണും കാതും കരളും എല്ലാം സംരക്ഷിക്കണം. നോമ്പുകാരൻ ളുഹറിന് മുമ്പ് കുടിക്കരുത്, കറാത്താണ്. പല്ല് തേക്കരുത്, കറാത്താണ്. ഇത് പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മീറ്റിങ്ങിനെ പരിപാടിണ്ടെങ്കിൽ പല്ലേക്കാതെ പോകാതിരിക്കുകയും വേണ്ട കേട്ടോ. കാരണം അവിടെ ഉറങ്ങി കഴിച്ച് പല്ലേക്കാതെ സുന്നത്തും കൂടി ഉണ്ട്. അതേ പ്രകാരം നോമ്പ് തുറന്നാൽ ഉടൻ സമയമായാൽ ഉടൻ നോമ്പ് മുറിക്കുക. അതേ പ്രകാരം പിന്നെ സുഗന്ധം തേക്കാതിരിക്കുക. അത് കറാത്താണ്, കറാത്താണ്, ചെയ്യാതിരിക്കുന്ന സുന്നത്താണ്, പകലട്ടോ. അതേ പ്രകാരം പിന്നെ ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നോമ്പിന്റെ പവിത്രതയെ സംരക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടാതൊക്കെ പറഞ്ഞ് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൊടുക്കും സാലിഹ സൽക്കരമായി സ്വീകരിക്കുമാറാവട്ടെ. റമദാൻ കൊണ്ട് വിജയിക്കുന്ന സജ്ജനങ്ങൾ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ വന്നവർക്കും വരാത്തവർക്കും അല്ലാഹു റമദാൻ മാസത്തിന്റെ പവിത്രത കൊണ്ട് ഗുണം ലഭിക്കുന്ന സജ്ജനങ്ങൾ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا للصيام والقيام وتلاوة القرآن. ارحم الراحمين راج سيدنا الله സ്വീകരിക്കണേ റഹ്മാനെ. സ്വാലിഹായ അമലായി ഏറ്റെടുക്കണേ റഹ്മാനെ. ഇതിന്റെ പ്രതിഫലം ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബ മിത്രാദികൾക്കും വേണ്ടപ്പെട്ടവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവിടെ കുഞ്ഞു ചൂടിയവർക്കൊക്കെ അള്ളാഹുടെ ഹൈർ ദാനം ചെയ്യണേ റഹ്മാനെ. റമദാൻ കൊണ്ട് വിജയിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا